മലപ്പുറം ജില്ലയിലെ രാഷ്ട്രീയ ഭൂപടത്തിൽ സ്ഥിരതയുള്ള കോട്ടകളിൽ ഒന്നായി അറിയപ്പെടുന്ന മണ്ഡലമാണ് വേങ്ങര. 2011 മണ്ഡല പുനഃക്രമീകരണത്തിന് ശേഷം രൂപം കൊണ്ട ഈ നിയമസഭാ മണ്ഡലം തുടക്കം മുതൽ തന്നെ മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടയായിരുന്നു. രൂപീകരണത്തിന് ശേഷം നടന്ന ഓരോ തെരഞ്ഞെടുപ്പിലും മണ്ഡലത്തിന്റെ രാഷ്ട്രീയ നിറം മാറ്റമില്ലാതെ നിലനിന്നതാണ് വേങ്ങരയുടെ പ്രത്യേകത. ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ കഴിഞ്ഞ 15 വർഷത്തിനിടെ 5ാമത്തെ തെരഞ്ഞെടുപ്പിനാണ് ഇപ്പോൾ വേങ്ങര വീണ്ടും ഒരുങ്ങുന്നത്. ഇതുവരെ നടന്ന 4 തെരഞ്ഞെടുപ്പ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. പ്രത്യേകിച്ച് ലീഗിന്റെ പ്രമുഖ നേതാവായ PK കുഞ്ഞാലിക്കുട്ടിയാണ് ഈ മണ്ഡലത്തിൽ തുടർച്ചയായി 3 തവണ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് തന്റെ രാഷ്ട്രീയ ശക്തി തെളിയിച്ചത്. എന്നാൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത വർഷങ്ങളായി വേങ്ങരയെ പ്രതിനിധീകരിച്ചിരുന്ന കുഞ്ഞാലിക്കുട്ടി മണ്ഡലം മാറുന്നു എന്നതാണ്. 1982 ആദ്യമായി നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട മലപ്പുറം മണ്ഡലത്തിലേക്കാണ് അദ്ദേഹം വീണ്ടും മത്സരിക്കാൻ പോകുന്നത്. തന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കവും മലപ്പുറത്ത് തന്നെയായിരുന്നു. മലപ്പുറം നഗരസഭാംഗമായി രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നുവന്ന കുഞ്ഞാലിക്കുട്ടി പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രമുഖ നേതാക്കളിൽ ഒരാളായി വളർന്നു. അതുകൊണ്ട് തന്നെ സ്വന്തം രാഷ്ട്രീയ വേരുകളുള്ള മലപ്പുറം മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തുന്ന അദ്ദേഹത്തിന്റെ തീരുമാനം ശ്രദ്ധേയമായ രാഷ്ട്രീയ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. വേങ്ങര മണ്ഡലം കുഞ്ഞാലിക്കുട്ടിക്ക് നൽകിയ ഭൂരിപക്ഷങ്ങൾ തന്നെയാണ് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ സ്വഭാവം വ്യക്തമാക്കുന്നത്. 2011 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 38,237 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. 2016 വീണ്ടും മത്സരിച്ചപ്പോൾ 38,057 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി. 2021 തെരഞ്ഞെടുപ്പിൽ 30,596 വോട്ടിന്റെ ഭൂരിപക്ഷവും അദ്ദേഹം സ്വന്തമാക്കി. 2011 ഇന്ത്യൻ നാഷണൽ ലീഗ് സ്ഥാനാർത്ഥികളായിരുന്നു കുഞ്ഞാലിക്കുട്ടിയുടെ പ്രധാന എതിരാളി. പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM തന്നെയാണ് പ്രധാനമായും ലീഗിനെ നേരിട്ടത്. എങ്കിലും ഭൂരിപക്ഷം കുറയാതെ തന്നെ ലീഗ് വിജയം തുടരുകയായിരുന്നു. എന്നാൽ വേങ്ങരയിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി മാറാൻ കാരണമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കാണ് ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ. 2017 ലോക്സഭയിലേക്ക് മത്സരിക്കാനായി കുഞ്ഞാലിക്കുട്ടി നിയമസഭാംഗ സ്ഥാനം രാജിവെച്ചപ്പോൾ വേങ്ങരയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അന്ന് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായ KNA ഖാദറാണ് മത്സരിച്ചത്. ഖാദർ വിജയിച്ചെങ്കിലും ഭൂരിപക്ഷം മുൻ തെരഞ്ഞെടുപ്പുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കുറവായിരുന്നു. 23,310 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹം നേടിയത്. അതേസമയം പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും കുഞ്ഞാലിക്കുട്ടി മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ വേങ്ങര വോട്ടർമാർ അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തോടെ സ്വീകരിച്ചു. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പ്രകടനം ശ്രദ്ധേയമായി. സബാഹ് കണ്ടുപുഴയ്ക്കൽ എന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി അന്ന് 11,255 വോട്ടുകൾ നേടി. മണ്ഡലത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഇത് ശ്രദ്ധേയമായ സൂചനയായി മാറി. ഇപ്പോൾ അതേ സബാഹ് കണ്ടുപുഴയ്ക്കൽ തന്നെയാണ് ഇടതുമുന്നണിയുടെ പിന്തുണയോടെ വീണ്ടും രംഗത്തെത്തുന്നത്. ഇത്തവണ LDF പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് അദ്ദേഹം മത്സരിക്കുന്നത്. ഇതോടെ വേങ്ങരയിലെ മത്സരത്തിന് കൂടുതൽ രാഷ്ട്രീയ ആവേശം കൂടി. നാട്ടുകാരനായ 55-കാരനായ സബാഹ് പൊതുരംഗത്ത് സജീവമായ വ്യക്തിയാണ്. മലപ്പുറം ജില്ലയിലെ സിമന്റ് ഡീലേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന അദ്ദേഹം കേരള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമാണ്. കൂടാതെ സ്പോർട്സ് ആൻഡ് ഇവന്റ്സ് രംഗത്തും സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനയുടെ സ്ഥാപകനുമാണ് അദ്ദേഹം. വ്യാപാര സാമൂഹിക മേഖലകളിൽ വലിയ പരിചയസമ്പത്തുള്ള വ്യക്തി എന്ന നിലയിൽ നാട്ടിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ പിന്തുണയുമുണ്ടെന്നാണ് രാഷ്ട്രീയ വിലയിരുത്തൽ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്ക് ലഭിച്ച 39,785 വോട്ടുകൾക്കൊപ്പം സബാഹ് നേടാനിടയുള്ള വോട്ടുകൾ കൂടി ചേർന്നാൽ ഇത്തവണ ലീഗിന് ശക്തമായ വെല്ലുവിളി ഉയരാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അട്ടിമറി സാധ്യത കുറവാണെന്ന വിലയിരുത്തൽ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷത്തിൽ ഗണ്യമായ കുറവ് വന്നാലും അത് രാഷ്ട്രീയമായി വലിയ ചർച്ചയാകും. അതുകൊണ്ട് തന്നെ ലീഗിന് ഇത്തവണ 1,00,000-ലധികം ഭൂരിപക്ഷം നേടാനുള്ള ലക്ഷ്യവുമായാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടം നടത്തേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിലാണ് കുഞ്ഞാലിക്കുട്ടി തന്റെ സ്വന്തം രാഷ്ട്രീയ തട്ടകമായ മലപ്പുറം മണ്ഡലത്തിലേക്ക് മാറിയതെന്ന വിലയിരുത്തലും ശക്തമാണ്. വേങ്ങരയിലെ ലീഗിന്റെ ശക്തമായ കോട്ട സംരക്ഷിക്കാൻ പുതിയ മുഖം രംഗത്തെത്തുകയാണ്. ഇതിനോടകം മറ്റൊരു പ്രധാന രാഷ്ട്രീയ ഘടകവും പരിഗണിക്കപ്പെട്ടിട്ടുണ്ട്. കാസർഗോഡ് മേഖലയിൽ ഉയർന്ന പ്രാദേശിക എതിർപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് KM ഷാജി വേങ്ങരയിൽ പരിഗണിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ ഷാജിക്ക് ഉറച്ച സീറ്റ് നൽകണമെന്ന നിലപാട് സ്വീകരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. തന്റെ തുറന്ന അഭിപ്രായ പ്രകടനങ്ങളും നാക്കിന്റെ മൂർച്ചയും കൊണ്ട് രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധേയനായ നേതാവാണ് KM ഷാജി. എന്നാൽ ശക്തമായ ലീഗ് സ്വാധീനമുള്ള മണ്ഡലം നൽകണമെന്ന തീരുമാനത്തിന്റെ ഭാഗമായാണ് വേങ്ങര അദ്ദേഹത്തിന് നൽകിയത്. മലപ്പുറം ജില്ലയിൽ ലീഗിന് ഏറ്റവും സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വേങ്ങര. ഇങ്ങനെ വേങ്ങരയിലെ മുസ്ലിം ലീഗ് കോട്ട സംരക്ഷിക്കാനായി 3ാമത്തെ സ്ഥാനാർത്ഥിയാണ് പാർട്ടി ഇപ്പോൾ രംഗത്തിറക്കുന്നത്. അതേസമയം ഇടതുമുന്നണിയും ശക്തമായ വെല്ലുവിളി ഉയർത്താനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനാൽ പതിവ് പോലെ ഏകപക്ഷീയമായ മത്സരം തന്നെയായിരിക്കുമോ, അല്ലെങ്കിൽ ഇത്തവണ ഭൂരിപക്ഷത്തിൽ മാറ്റമുണ്ടാകുമോ എന്നതാണ് ഇനി വേങ്ങരയിലെ രാഷ്ട്രീയ ചർച്ചയുടെ കേന്ദ്ര വിഷയം. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.